അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി പാക് അതിർത്തിയിൽ വൻ സൈനിക നീക്കം ആരംഭിച്ച് താലിബാൻ സർക്കാർ. പാകിസ്ഥാൻ സൈന്യത്തിന്റെ 15 സുരക്ഷാ പോസ്റ്റുകൾ താലിബാൻ സൈന്യം പിടിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ട്. കൂടാതെ അഫ്ഗാനിസ്ഥാൻ നടത്തിയ രഹസ്യ ഓപ്പറേഷനിൽ നിരവധി പാക് സൈനികരെ വധിച്ചതായും താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് പറഞ്ഞു. ഡ്യൂറൽ ലൈനിലെ പാക് പ്രകോപനങ്ങൾക്ക് മറുപടിയായിട്ടാണ് വലിയ തരത്തിലുള്ള ഈ ഓപ്പറേഷനെന്ന് സബീഹുള്ള മുജാഹിദ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ അറിയിച്ചു. ചില പാകിസ്ഥാൻ സൈനികരെ ജീവനോടെ പിടികൂടിയിട്ടുണ്ടെന്നും താലിബാൻ അറിയിച്ചു. താലിബാൻ കരസേനാ മേധാവി ഗാരി ഫസിഹുദ്ദീൻ നേരിട്ടാണ് അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കുനാർ പ്രവിശ്യയിലെ മനാവാര, നരി ജില്ലകളിലായി 5 ഔട്ട്പോസ്റ്റുകൾ താലിബാൻ പിടിച്ചെടുത്തെന്നും ഇവിടെ നിരവധി പാക് സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും താലിബാൻ വക്താവ് ഹമീദുള്ള പറഞ്ഞു. രാത്രികാലങ്ങളിൽ ശത്രുവിന്റെ നീക്കങ്ങൾ കണ്ടെത്താൻ അത്യാധുനിക ലേസർ സംവിധാനങ്ങൾ അതിർത്തിയിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ശത്രുവിനെ അനായാസം തകർക്കാൻ ഇത് സഹായിക്കുമെന്നും താലിബാൻ അവകാശപ്പെടുന്നു. നംഗർഹാർ പ്രവിശ്യയിലെ ദുർബാബ, ഗോഷ്തെ ജില്ലകളിലായി 7 ഔട്ട്പോസ്റ്റുകൾ താലിബാൻ നിയന്ത്രണത്തിലാക്കി. ഇവിടെ നിന്ന് 13 സൈനികരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു. അതേസമയം സംഭവത്തിൽ പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാൻ നൽകുന്ന വിശദീകരണം. തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട 7 ഭീകര ക്യാമ്പുകൾ തകർത്തതായി പാക് വാർത്താവിനിമയ മന്ത്രി അത്യാവുല്ല തരാർ പറഞ്ഞിരുന്നു. റമദാൻ തുടങ്ങിയതിനു ശേഷം പാകിസ്ഥാനിൽ നടന്ന വിവിധ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഈ കേന്ദ്രങ്ങളാണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുകയായിരുന്നു. അഫ്ഗാൻ മണ്ണ് ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നില്ലെന്ന് താലിബാൻ ആവർത്തിച്ചു. പാകിസ്ഥാനിൽ എന്താക്രമണം നടന്നാലും തെളിവില്ലാതെ അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നത് പതിവാണെന്നും അവർ പറഞ്ഞു. ഞായറാഴ്ച നടന്ന വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നും 5 പേർക്ക് പരിക്കേറ്റതായും താലിബാൻ വക്താവ് വെളിപ്പെടുത്തി. നംഗർഹാറിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടതെന്നും പക്തികയിൽ കുട്ടികളുടെ സ്കൂളിന് കേടുപാടുകൾ സംഭവിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. സൈനിക കേന്ദ്രങ്ങളല്ല, മറിച്ച് സിവിലിയൻ പ്രദേശങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതെന്ന് അഫ്ഗാൻ ഭരണകൂടം ആരോപിക്കുകയും ചെയ്തു. വ്യോമാക്രമണത്തിന് പിന്നാലെ തോർഗാം, തിരാ സെക്ടറുകളിൽ പാക് അഫ്ഗാൻ സൈന്യങ്ങൾ തമ്മിൽ നേരിട്ട് വെടിവെപ്പുണ്ടായി. പ്രകോപനമില്ലാതെ താലിബാൻ വെടിയുതിർക്കുകയായിരുന്നുവെന്നും പാക് സൈന്യം ശക്തമായി തിരിച്ചടിച്ചുവെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വക്താവ് മൊഷാറഫ് സെയ്ദി പറഞ്ഞു. എന്നാൽ പാക് സൈന്യമാണ് ആദ്യം വെടിയുതിർത്തതെന്നും തങ്ങൾ സ്വയം പ്രതിരോധിക്കുകയായിരുന്നുവെന്നും താലിബാൻ സൈന്യം മറുപടി നൽകി. നിലവിൽ നംഗർഹാർ ജില്ലയിലെ ഷാക്കോട്ട് മേഖലയിൽ വെടിവെപ്പ് നിലച്ചിട്ടുണ്ടെങ്കിലും അതിർത്തിയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. 2600 കിലോമീറ്റർ നീളമുള്ള അതിർത്തി മേഖലയിലെ സമാധാനം നിലവിൽ കടുത്ത ഭീഷണിയിലാണ്. ഭീകര സംഘടനകളുടെ സാന്നിധ്യത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോരും സൈനിക നീക്കങ്ങളും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത.